ഹലോ നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ യൂണിവേഴ്സിറ്റി LGSൻ്റെ സിലബസ് വൈസുള്ള SCRT ക്ലാസ്സുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സിലബസ് എന്തായിരുന്നു? പൊതുവിജ്ഞാനം, അതുപോലെ സയൻസ്, പൊതുജനാരോഗ്യം, ഈ വിഷയങ്ങളാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ രണ്ടാമത്തെ മൊഡ്യൂളിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ ഏതെല്ലാമാണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. ഇത്രയും ടോപ്പിക്സ് ആണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആ വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇത് യൂണിവേഴ്സിറ്റി LGSന് മാത്രമായിട്ടുള്ള സിലബസ് അല്ല, നമ്മുടെ LGS മെയിൻസ് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൂടെ പ്രയോജനപ്പെടുന്ന അതേ സെയിം സിലബസ് ഉള്ള അതാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ യൂണിവേഴ്സിറ്റി LGS ഇല്ല, പക്ഷേ LGS മെയിൻസ് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൂടെ ഇത് വളരെ ഉപകാരപ്രദമാണ്. സെയിം സിലബസ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ ക്ലാസ് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെയേറെ നന്ദി. നമ്മളെ ഈ LGS കഴിയുവോളം നമ്മളെ കൂടെ ഉണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാവണം. നിങ്ങൾക്ക് എന്തായാലും ഇത്തരം ക്ലാസ്സുകൾ വളരെയേറെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിനു മുൻപ് നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രിലിംസ് നടന്ന സമയത്തും നമ്മൾ 10 days ചലഞ്ച് ചെയ്തിരുന്നു. 90% നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ പറഞ്ഞ സിലബസിലുള്ള ടോപ്പിക്സ് കവർ ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നമ്മൾ ഉയർന്ന റാങ്കിലേക്ക് എത്തിപ്പെടാൻ ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് കടക്കുകയാണ്. 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. നോക്കാം. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏതു രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുക. നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റിവരണ്ട് പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും. ഇപ്രകാരം പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറാണ്. എന്താണ് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ? വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏതു രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുക. നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റിവരണ്ട് പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും. ഇപ്രകാരം പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഓർത്തിരിക്കണേ, രവീന്ദ്രനാഥ ടാഗോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പോയിന്റ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളി എന്തായിരുന്നു? ഇന്ത്യ വിഭജനവും അഭയാർത്ഥി പ്രവാഹവും ചോദിച്ചിട്ടുണ്ട്. PYQ ആണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളി എന്തായിരുന്നു? ഇന്ത്യ വിഭജനവും അഭയാർത്ഥി പ്രവാഹവും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞത് ആരാണ്? നെഹ്റുവാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞത് ആരാണ്? നെഹ്റുവാണ്. ഗാന്ധിജി വെടിയേറ്റു മരിച്ചത് 1948 ജനുവരി 30. ഗാന്ധിജി വെടിയേറ്റു മരിച്ചത് എന്നാണ്? 1948 ജനുവരി 30. ഗാന്ധിജിയെ വെടിവെച്ചത് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആളാണ് ഗാന്ധിജിയെ വെടിവെച്ചത്. നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്യാം. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏതു രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുക. നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റിവരണ്ട് പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും. ഇപ്രകാരം പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളി ഇന്ത്യ വിഭജനവും അഭയാർത്ഥി പ്രവാഹവുമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞത് നെഹ്റുവാണ്. ഗാന്ധിജി വെടിയേറ്റു മരിച്ചത് 1948 ജനുവരി 30. ഗാന്ധിജിയെ വെടിവെച്ചത് ആരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ. ക്ലിയർ ആണോ? നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോവാം.
എവിടെ വെച്ചാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത്? ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ചാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത്. എവിടെ വെച്ചാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത്? ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ചാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചുമതല നിർവഹിച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചുമതല നിർവഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് വി.പി. മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് വി.പി. മേനോൻ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആരാണ്? വി.പി. മേനോൻ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളിയാണ് വി.പി. മേനോൻ. പട്ടേലും വി.പി. മേനോനും ചേർന്ന് തയ്യാറാക്കിയ ലയനക്കരാറിൽ ഏതൊക്കെ വകുപ്പുകളുടെ നിയന്ത്രണമാണ് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടത്? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. പട്ടേലും വി.പി. മേനോനും ചേർന്ന് തയ്യാറാക്കിയ ലയനക്കരാറിൽ ഏതൊക്കെ വകുപ്പുകളുടെ നിയന്ത്രണമാണ് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടത്? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ്. വി.പി. മേനോൻ ജനിച്ചത് 1894 പാലക്കാട്ട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ്. വി.പി. മേനോൻ ജനിച്ചത് 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ്. വി.പി. മേനോന്റെ പ്രശസ്ത ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. എന്താണ് വി.പി. മേനോന്റെ 2 പ്രശസ്ത ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. വി.പി. മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റത് 1952 വി.പി. മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റത് 1952. നോക്കാം, ഇതുവരെയുള്ള പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. എവിടെ വെച്ചാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത്? ഡൽഹിയിൽ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചുമതല നിർവഹിച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? വി.പി. മേനോൻ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിതരായ മലയാളി ആരാണ്? വി.പി. മേനോൻ. പട്ടേലും വി.പി. മേനോനും ചേർന്ന് തയ്യാറാക്കിയ ലയനക്കരാറിൽ ഏതൊക്കെ വകുപ്പുകളുടെ നിയന്ത്രണമാണ് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടത്? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നിവ. വി.പി. മേനോൻ ജനിച്ചത് 1894 ഒറ്റപ്പാലത്ത്, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ജനിച്ചത്. വി.പി. മേനോന്റെ പ്രശസ്ത ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. വി.പി. മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റത് 1952. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. വിഭജന കാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകളുണ്ട്. എന്താണ്? നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിച്ച് അല്ലെ, മൗണ്ട് ബാറ്റന്റെ പദ്ധതി പ്രകാരം അങ്ങനെ വിഭജിച്ചു അല്ലെ, അതിനോടനുബന്ധിച്ച് നിർമ്മിച്ച കുറച്ച് സിനിമകളുണ്ട്. ഏതെല്ലാമാണ് നോക്കാം. മേഘേ ദാക്കധാര. മേഘേ ദാക്കധാര എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ഋത്വിക് കട്ടക്കാണ്. ആരാണ്? ഋത്വിക് കട്ടക്കാണ് മേഘേ ദാക്കധാര എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത്. ഗരം ഹവ. ഗരം ഹവ ആരുടേതാണ്? എം.എസ്. സത്യുവിൻ്റെയാണ്. എം.എസ്. സത്യുവിൻ്റെ സിനിമയാണ് ഗരം ഹവ. തമസ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ഗോവിന്ദ് നിഹലാനി. തമസ്, ഗോവിന്ദ് നിഹലാനി. ട്രെയിൻ ടു പാകിസ്ഥാൻ ആരുടെയാണ്? പമേല റൂക്സിൻ്റെതാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. അപ്പം ഈ സിനിമകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ടേബിൾ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ. അതുപോലെ SCERT ഭാഗങ്ങളായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചോദിക്കാൻ 99% സാധ്യതയുള്ള പോയിന്റ്സ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം നോക്കാം. മേഘേ ദാക്കധാര ആരാണ്? ഋത്വിക് കട്ടക്. ഗരം ഹവ എം.എസ്. സത്യു. തമസ് ഗോവിന്ദ് നിഹലാനി. ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റൂക്സ്. ഒന്നുകൂടെ. മേഘേ ദാക്കധാര ഋത്വിക് കട്ടക്. ഹരം ഹവ എം.എസ്. സത്യു. തമസ് ഗോവിന്ദ് നിഹലാനി. ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റൂക്സ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഒരു 3-4 വട്ടം പറയുക, തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം
ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന അധീന പ്രദേശങ്ങൾ ഏതെല്ലാമായിരുന്നു? ഏതിനു ശേഷം? സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ കുറച്ച് അധീന അവർ സ്വാധീനിച്ചിരുന്ന പ്രദേശങ്ങളുണ്ടായിരുന്നു. ഏതെല്ലാമാണ്? ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശമായിരുന്നു പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നിവ. പോർച്ചുഗലിന്റെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു ഗോവ, ദാമൻ, ദിയു എന്നിവ. എന്താണ്? ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം. പോർച്ചുഗലിന്റെ ഗോവ, ദാമൻ, ദിയു. പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നിവയെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത് 1954 പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നിവയെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത് 1954 എന്നാൽ ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത് 1961. ക്ലിയർ ആണോ? അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1946 ഡിസംബർ 9. നമ്മുടെ ഭരണഘടന നിർമ്മിക്കാനായിട്ടുള്ള ഒരു സഭ രൂപീകരിച്ചു അല്ലേ? ആ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1946 ഡിസംബർ 9. നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി നിയമിച്ച കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി നിയമിച്ച കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തത് 1950 ജനുവരി 26. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തത് 1950 ജനുവരി 26. നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. വിഭജന കാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച നിരവധി സിനിമകളുണ്ട്. ഏതെല്ലാമാണ് സിനിമകൾ? ആരാണ് സംവിധായകർ? മേഘേദ് അക്താര, ഋത്വിക് കട്ടക്, ഗരം ഹവ, MS സത്യു, തമസ്, ഗോവിന്ദ് നിഹലാനി, ട്രെയിൻ ടു പാകിസ്ഥാൻ, പമേല റോക്സ്. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത്, സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനു ശേഷം ഫ്രാൻസ്, പോർച്ചുഗൽ എന്നിവർക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അധിനിവേശ പ്രദേശങ്ങൾ ഏതെല്ലാമായിരുന്നു? ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശമായിരുന്നു പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നിവ. 1954 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടു. അതുപോലെ പോർച്ചുഗലിന്റെ അധിനിവേശ പ്രദേശങ്ങളായിരുന്ന ഗോവ, ദാമൻ, ദിയു എന്നിവയെ 1961 ഇന്ത്യൻ യൂണിയനിൽ ചേർത്തു. ക്ലിയർ ആണോ? അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി നിയമിച്ച കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തത് 1950 ജനുവരി 26. ഭരണഘടനാനുസൃതമായി ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലഘട്ടങ്ങളിലാണ്. ഭരണഘടനാനുസൃതമായി ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലഘട്ടങ്ങളിലാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചത് പോറ്റി ശ്രീരാമുലുവാണ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചത് പോറ്റി ശ്രീരാമുലുവാണ്. എത്ര ദിവസത്തെ നിരാഹാരത്തെ തുടർന്നാണ് പോറ്റി ശ്രീരാമുലു മരണമടഞ്ഞത്? 58 ദിവസത്തെ നിരാഹാരം. എത്ര ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്നാണ് പോറ്റി ശ്രീരാമുലു മരണമടഞ്ഞത്? 58 ദിവസം.
തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര എന്ന സംസ്ഥാനം രൂപീകൃതമായ വർഷം 1953. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര എന്ന സംസ്ഥാനം രൂപീകൃതമായത് 1953. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളായിരുന്നു എച്ച്.എൻ. കുൻസ്രു, സർദാർ കെ.എം. പണിക്കർ. എച്ച്.എൻ. കുൻസ്രു, സർദാർ കെ.എം. പണിക്കർ എന്നിവർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയത് 1956. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയത് 1956. ഈ നിയമപ്രകാരം ആദ്യം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഈ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം ആദ്യം 14 സംസ്ഥാനങ്ങളും പിന്നീട് 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്ന്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ വൈസ് ചെയർമാനാണ് ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ആദ്യ ആസൂത്രണ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് ടി കൃഷ്ണമാചാരി, സി.ഡി. ദേശ്മുഖ് എന്നിവർ. ആദ്യ ആസൂത്രണ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് ടി കൃഷ്ണമാചാരി, സി.ഡി. ദേശ്മുഖ് എന്നിവർ. പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് 1951. പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് 1951. നോക്കാം, ഇതുവരെയുള്ള പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. ഭരണഘടന അനുസൃതമായി ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951, 1952 കാലഘട്ടങ്ങളിലാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചത് പോറ്റി ശ്രീരാമലു. എത്ര ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്നാണ് പോറ്റി ശ്രീരാമലു മരണമടഞ്ഞത്? 58 ദിവസം. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര എന്ന സംസ്ഥാനം രൂപീകൃതമായ വർഷം 1953. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റംഗങ്ങളാണ് എച്ച്.എൻ. കുൻസ്രു, സർദാർ കെ.എം. പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയത് 1956. ഈ നിയമപ്രകാരം ആദ്യം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ആദ്യ ആസൂത്രണ കമ്മീഷനിലെ മറ്റു അംഗങ്ങളാണ് ടി കൃഷ്ണമാചാരി, സി.ഡി. ദേശ്മുഖ് എന്നിവർ. പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് 1951. അങ്ങനെ ഇന്ത്യയുടെ വ്യാവസായ മേഖലയുടെ പുരോഗതി കണ്ടുകൊണ്ട് വിദേശ രാജ്യങ്ങൾ ഇന്ത്യയെ സഹായിക്കുകയുണ്ടായി. അങ്ങനെ ഒത്തിരി ഇരുമ്പുരുക്ക് വ്യവസായശാലകളൊക്കെ ഇന്ത്യയിലുണ്ടായി. അപ്പോൾ അവ ഏതെല്ലാം രാജ്യങ്ങളാണ് സഹായിച്ചത് എന്ന് നോക്കാം. ഭിലായി ഇരുമ്പുരുക്ക് വ്യവസായശാല സഹായിച്ചത് സോവിയറ്റ് യൂണിയനാണ്. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല സഹായിച്ചത് സോവിയറ്റ് യൂണിയൻ. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയെ സഹായിച്ചത് ജർമ്മനിയാണ്. ദുർഗാപൂർ ബ്രിട്ടൻ. അപ്പൊ എങ്ങനെ പഠിക്കണം? ഭിലായി, ബൊക്കാറോ, സോവിയറ്റ് യൂണിയൻ. ഭിലായി, ബൊക്കാറോ, സോവിയറ്റ് യൂണിയൻ. റൂർക്കേല ജർമ്മനി. ദുർഗാപൂർ ബ്രിട്ടൻ. റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. ക്ലിയർ ആണോ? ഭിലായി, ബൊക്കാറോ, സോവിയറ്റ് യൂണിയൻ. റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. ക്ലിയർ ആണല്ലോ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ബക്രാനങ്കലാണ്. ബക്രാനങ്കൽ.
ക്ലിയർ ആണോ? അടുത്തത് കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് 1952 ഒക്ടോബർ 2-നാണ്. എന്തുകൊണ്ടാണ്? അന്നുള്ള കാർഷിക മേഖലയും അതുപോലെ ദേശീയ തലത്തിലുള്ള മറ്റു സാഹചര്യങ്ങളും എല്ലാം വളരെ മോശമായിരുന്നു. അതിൻ്റെ ഉന്നമനത്തിനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് ഒരുപാട് പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കി. അതിനോടനുബന്ധിച്ചാണ് ഈ പഞ്ചവത്സര പദ്ധതിയൊക്കെ ആരംഭിച്ചത്. അപ്പോൾ 55 പദ്ധതികൾ നടപ്പിലാക്കി എന്നാണ് പറയുന്നത്. ഏതു വർഷം? 1952 ഒക്ടോബർ 2-ന്. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് 1952 ഒക്ടോബർ 2-നാണ്. അടുത്തത് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഹോമി ജഹാംഗീർ ബാബയും SN ഭട്നഗറും ചേർന്നാണ്. HJ ബാബ എന്നറിയപ്പെടുന്ന ഹോമി ജഹാംഗീർ ബാബയും SN ഭട്നഗറും ചേർന്നാണ് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത്. ക്ലിയർ ആണോ? റിവൈസ് ചെയ്യണോ? നോക്കാം. വിദേശ സഹായത്താൽ ഇന്ത്യയിൽ ഒരുപാട് ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ നിർമ്മിതമായി. ബിലായ് ബൊക്കോറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് 1952 ഒക്ടോബർ 2-നാണ്. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ അതായത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബയും SN ഭട്നഗറും ചേർന്നാണ്. ക്ലിയർ ആണോ? അടുത്തത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബയാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബ. ക്ലിയർ ആണോ? ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്ന നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് അടിസ്ഥാനമാക്കി സ്ഥാപിതമായ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതായത് IIT. നമ്മളെ മറ്റുള്ള രാജ്യങ്ങളെ ഇനി ഒരിക്കലും ആശ്രയിക്കരുത്, അല്ലേ? ഏത് മേഖലയിലും ശാസ്ത്ര മേഖലയിലായിക്കോട്ടെ, വിജ്ഞാന മേഖലയിലായിക്കോട്ടെ, മറ്റു രാജ്യങ്ങളെ, വിദേശ രാജ്യങ്ങളെ, പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കരുത് എന്ന കാഴ്ചപ്പാടോടുകൂടി, നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടോടുകൂടി സ്ഥാപിതമായ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നറിയപ്പെടുന്ന IIT. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്ന നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് അടിസ്ഥാനമാക്കി സ്ഥാപിതമായ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നറിയപ്പെടുന്ന IIT. 1954-നും 1964-നും ഇടയിൽ സ്ഥാപിതമായ IIT-കളുടെ എണ്ണം 5 എണ്ണമാണ്. 1954-നും 1964-നും ഇടയിൽ സ്ഥാപിതമായ IIT-കളുടെ എണ്ണം 5 ജവഹർലാൽ നെഹ്റുവിൻ്റെയും വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത് 1962-ലാണ്. എന്താണ് രൂപീകൃതമായത്? ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. എപ്പോൾ? 1962. ആരുടെ ശ്രമഫലമായി? ജവഹർലാൽ നെഹ്റുവിൻ്റെയും വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി. ക്ലിയർ ആണോ? ജവഹർലാൽ നെഹ്റുവിൻ്റെയും വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. ഏത് വർഷം? 1962. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അതായത് ISRO രൂപീകൃതമായത് 1969-ലാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകൃതമായത് 1969, അതായത് ISRO രൂപീകൃതമായത് 1969. ക്ലിയർ ആണോ? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? തുമ്പ, തിരുവനന്തപുരം. നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പ, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് തുമ്പ, തിരുവനന്തപുരം. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട, 1975. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട, 1975. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രം എന്ന ബഹുമതി നേടിയത് ഇന്ത്യയാണ്. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര
രാഷ്ട്രം എന്ന ബഹുമതി നേടിയത് ഇന്ത്യയാണ്. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഇന്ത്യൻ ഏജൻസികളാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവ. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഇന്ത്യൻ ഏജൻസികളാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയും ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഇന്ത്യയുടെ ആദ്യ ചന്ദ്ര പര്യവേക്ഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 1. ഇന്ത്യയുടെ ആദ്യ ചന്ദ്ര പര്യവേക്ഷണ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-നാണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യമാണ് ഇന്ത്യ, അതായത് 6ാമത്തെ രാജ്യം. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ. ഇന്ത്യ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്താണ്? മംഗൾയാൻ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമാണ് മംഗൾയാൻ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഏതാണ്? മംഗൾയാനാണ്. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായാണ്. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം എന്നിവയുടെ ശില്പി ആരാണ്? വിക്രം സാരാഭായ്. തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് നൽകിയിരിക്കുന്ന പേര് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ്, VSSC. എന്താണ്? തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, അതായത് VSSC. ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. നോക്ക്, ഇതെങ്ങനെയാണ് ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം പറയണേ. അദ്ദേഹത്തിൻ്റെ മുടി ഇങ്ങനെ ഫ്രണ്ടിലുണ്ട് അല്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ മുടിയിൽ ഇങ്ങനെ 11 പോലെ ആണ് ആ ഫ്രണ്ടിൽ മുടി കിടക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. ക്ലിയർ ആണോ? ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളായ SLV-3, PSLV എന്നിവ വികസിപ്പിച്ചത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളായ SLV-3, PSLV എന്നിവ വികസിപ്പിച്ചത് ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. എന്താണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? DS കോത്താരിയാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് DS കോത്താരി. ഓക്കെ. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് എപ്പോഴാണ്? 1986. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് 1986. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്? പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 എന്തായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. ആരുടെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം? മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരുടെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം? മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്ലിയർ ആണോ? ഓക്കെ. ഇതിൽ കുറേ പോയിന്റ്സ് നമുക്ക് എന്താണ് റയറായിട്ട് കേട്ട് പരിചയമുള്ള പോയിന്റ്സ് മാത്രമാണ്. അതുകൊണ്ട് നന്നായിട്ട് തറായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഓക്കെ. അപ്പം നോക്കാം, ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ആൻഡ് ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബയാണ്. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്ന നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് അടിസ്ഥാനമാക്കി സ്ഥാപിതമായ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നറിയപ്പെടുന്ന IIT.
1954-നും 64-നും ഇടയിൽ സ്ഥാപിതമായ IIT-കളുടെ എണ്ണം 5ആണ്. ജവഹർലാൽ നെഹ്റുവിന്റെയും വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത് 1962. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന എന്നറിയപ്പെടുന്ന ISRO രൂപീകൃതമായത് 1969. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് തുമ്പ, തിരുവനന്തപുരം. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട 1975. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമെന്ന ബഹുമതി നേടിയത് ഇന്ത്യയാണ്. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രം എന്ന ബഹുമതി നേടിയത് ആരാണ്? ഇന്ത്യയാണ്. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഏജൻസികളാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവ. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പര്യവേക്ഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേര് മംഗൾയാൻ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമാണ് മംഗൾയാൻ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം മംഗൾയാൻ. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം എന്നിവയുടെ ശില്പി ആരാണ്? വിക്രം സാരാഭായ്. തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് നൽകിയിരിക്കുന്ന പേര് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ്, VSSC. ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളായ SLV-3, PSLV എന്നിവ വികസിപ്പിച്ചത് ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? DS കോത്താരി. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് 1986-ലാണ്. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. ആരുടെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, ഇതുവരെയുള്ള പോർഷൻസ് ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കിയത് 2009-ലാണ്. ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കി എന്നാണ് 2009. കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ തുടങ്ങിയവ സംയോജിപ്പിച്ച് 2018 മുതൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. ഏതൊക്കെയാണ്? സർവശിക്ഷാ അഭിയാൻ SSA അല്ലെ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ RMSA എന്നിവ സംയോജിപ്പിച്ച് ഏതാക്കി 2018 മുതൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്ന പദ്ധതി. ക്ലിയർ ആണോ? അടുത്തത് വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരുപാട് പരീക്ഷകൾ കണ്ടിട്ടുള്ളതാണ്. രാധാകൃഷ്ണൻ കമ്മീഷൻ, ലക്ഷ്മണ മുതലിയാർ കമ്മീഷൻ, DS കോത്താരി കമ്മീഷൻ. എന്താണിത്? വിദ്യാഭ്യാസ കമ്മീഷനുകളാണ്. നോക്കാം അവരുടെ ലക്ഷ്യങ്ങളും. അതായത് ഓരോ കമ്മീഷനും വരുമ്പോൾ അവർക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട് അല്ലേ? ഓരോ ലക്ഷ്യങ്ങളും അവരെന്താണ് ശുപാർശ ചെയ്യുന്നത് എന്ന് നോക്കാം. ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം, യൂണിവേഴ്സിറ്റിയിലുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം, എന്തൊക്കെയാണ് ശുപാർശകൾ? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, അതായത് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അതായത് UGC രൂപീകരിക്കണം. ഇതാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ നിർദ്ദേശിച്ച കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ? എന്തൊക്കെയാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ് ലക്ഷ്യം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുക. ഇതാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ
ശുപാർശകൾ. അടുത്തത് ഡോക്ടർ ലക്ഷ്മണ മുതലിയാർ കമ്മീഷൻ 1952. ഡോക്ടർ ലക്ഷ്മണ മുതലിയാർ കമ്മീഷൻ 1952 എന്താണ് ലക്ഷ്യം വെച്ചത്? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം എന്താണ് ശുപാർശ ചെയ്തത്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. ഇത്രയുമാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ നിർദ്ദേശിച്ച മാർഗങ്ങൾ. ക്ലിയർ അല്ലേ? അടുത്തത് DS കോത്താരി കമ്മീഷൻ. ഏതാണ്? DS കോത്താരി കമ്മീഷൻ 1964. വർഷം ഊന്നിപ്പഠിക്കുക. 1964 DS കോത്താരി കമ്മീഷൻ. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. എന്തൊക്കെയാണ്? 10+2+3 അല്ലേ? മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ഏത് തലത്തിലാണ്? സെക്കൻഡറി തലത്തിൽ അല്ലേ? സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഇത്രയുമാണ് DS കോത്താരി കമ്മീഷൻ നിർദ്ദേശിച്ച മാർഗങ്ങൾ. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോക രാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. ആരുടെ വാക്കുകളാണിവ? ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ്. 1947 സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇവ. എന്താണ് പറഞ്ഞത്? ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത് എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു. 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടവർ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായും ചേർന്നാണ്. പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത് ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായും ചേർന്നാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ക്ലിയർ ആണോ? ഇത്രയും പോർഷൻസ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം കേട്ടോ. ഇന്ത്യ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കിക്കൊണ്ട നിയമം പാസാക്കിയത് 2009 കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള SSA അതായത് സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ അതായത് RMSA തുടങ്ങിയവ സംയോജിപ്പിച്ച് 2018 മുതൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. അടുത്തത് വിദ്യാഭ്യാസ കമ്മീഷനുകളെ തന്നിട്ടുള്ളത് ഏതെല്ലാമാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ ലക്ഷ്യം സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം. ശുപാർശ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. UGC രൂപീകരിക്കണം. അടുത്തത് ഡോക്ടർ ലക്ഷ്മണ മുതലിയാർ കമ്മീഷൻ 1952 സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. അധ്യാപക പരിശീലന സമിതികൾ രൂപീകരിക്കണം എന്നിവയാണ് ഈ കമ്മീഷൻ നിർദ്ദേശിച്ച ശുപാർശകൾ അല്ലെങ്കിൽ നിർദ്ദേശം വെച്ച മാർഗങ്ങൾ. അടുത്തത് DS കോത്താരി കമ്മീഷൻ 1964 വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നിവയാണ് DS കോത്താരി കമ്മീഷൻ നിർദ്ദേശിച്ച മാർഗങ്ങൾ. അടുത്തത് ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന
വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോക രാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. ആരുടെ വാക്കുകളാണിവ? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടവർ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായും ചേർന്നാണ്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ക്ലിയർ ആണോ? അടുത്തത്, വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത്, ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റം ലക്ഷ്യമാക്കി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്. ഏതെല്ലാമാണ്? സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നിവ. ഇതാണ് ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റം ലക്ഷ്യമാക്കി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നിവ. അപ്പോൾ ഇവയുടെ പ്രവർത്തനവും ആസ്ഥാനവും എന്തെല്ലാമാണെന്ന് നോക്കാം. സംഗീത നാടക അക്കാദമിയുടെ പ്രവർത്തനങ്ങളാണ് ദി നാഷണൽ അക്കാദമിക് ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. എന്താണ്? ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇതിനു മുൻപ് അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. ഈ സ്ഥാപനത്തിൻ്റെ സംഗീത നാടക അക്കാദമിയുടെ ലക്ഷ്യം. അടുത്തത്, ലളിതകലാ അക്കാദമി. ലളിതകലാ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം. ലളിതകലാ അക്കാദമി എന്താ ചെയ്യുന്നത്? ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം നടത്തുന്നു. സാഹിത്യ അക്കാദമി ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം. എന്താണ് സാഹിത്യ അക്കാദമിയുടെ ലക്ഷ്യം? എന്താണ്? ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം. അടുത്ത, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നടക്കുന്നു. അടുത്തത്, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ആര് ചെയ്യുന്നത്? നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ഇത്രയും സ്ഥാപനങ്ങളുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ക്ലിയർ ആണോ? ന്യൂഡൽഹിയിലാണ്. പിന്നെ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ഒരു തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെയിം പാറ്റേൺ, സെയിം ടേബിൾ അതുപോലെ ചോദിച്ചിട്ടുണ്ട്. എന്ത്? സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ. ഇതിൽ ശരിയായത് ഏത് അല്ലെങ്കിൽ ഇതിൽ തെറ്റേത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഇത് വൃത്തിയായിട്ട് പഠിച്ചിരിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത് സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റത്തെ ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്